നമ്മൾ ദിവസവും പല തരത്തിലുള്ള തോരൻ ഉണ്ടാക്കാറുണ്ടല്ലേ. അപ്പം ഞാനിന്ന് കുറച്ച് ബീൻസും ക്യാരറ്റും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാരറ്റും ബീൻസും ഒക്കെ കുറച്ചായിട്ട് ബാക്കി വന്നിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അത് രണ്ടും കൂടി ചേർന്നിട്ട് നമുക്കൊരു നല്ല തോരൻ ഉണ്ടാക്കാം. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സതേൺ മെനുവിലേക്ക് സ്വാഗതം. നീതു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂടെയുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ അടുത്ത പ്രാവശ്യം വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. ഇപ്പം ഞാനിവിടെ ഒരു വലിപ്പമുള്ള ക്യാരറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചതുര കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തതാണ്. തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യുക, ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ അതേ അളവിൽ തന്നെ ഞാൻ ബീൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അളവിൽ വേണമെങ്കിൽ വ്യത്യാസം വരുത്താം. അപ്പോൾ നിങ്ങൾക്ക് ക്യാരറ്റും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കുറച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ 2 ഈക്വലായിട്ട് എടുക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. പിന്നെ ഞാനൊരു ചെറിയ കഷ്ണം സവാള ഞാൻ എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നല്ല എരിവുള്ള ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കറിവേപ്പിലയാണ് വേണ്ടത്. അപ്പോൾ സവോള ഞാൻ ചെറിയ സവോളയാണ് എടുത്തത്. നിങ്ങൾ വലിപ്പമുള്ള സവോളയാണെങ്കിൽ അതിൻ്റെ 1/4 ഭാഗമൊക്കെ മതിയാവും. പിന്നെ വേണ്ടത് തേങ്ങയാണ്. തേങ്ങ ചിരകിയത് ഏകദേശം ഒരു 1.5 പിടി തേങ്ങ ചിരകിയത് നമുക്ക് വേണം. അപ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഒരു കടായിയിൽ ഏകദേശം ഒരു 2 മുതൽ 3 ടീസ്പൂൺ വരെ എണ്ണ ചൂടാക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അതിനകത്തേക്ക് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ചെറുതായിട്ട് അരിഞ്ഞ സവോളയും പിന്നെ പച്ചമുളകും കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിതൊന്ന് വഴറ്റണം. സവോളയുടെ കളറൊന്നും ചേഞ്ച് ചെയ്യാനൊന്നും നിൽക്കണ്ട. ആ സവോള ചെറുതായിട്ടൊന്ന് വാടി വരണം. അപ്പോൾ അത്രയും വഴറ്റിയാൽ മതി. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പച്ചമുളകിൻ്റെയും പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ ഇതൊന്ന് സവോള ഒന്ന് റെഡിയായി വരുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് ഏകദേശം ഒരു 2 അല്ലി വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ആ വെളുത്തുള്ളിയുടെ ഒരു പച്ചമണം ഒന്ന് മാറണം. അപ്പോൾ വെളുത്തുള്ളിയുടെ പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിതിനകത്ത് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. ഈ പച്ചമുളകിൻ്റെ എരിവ് തന്നെയാണ് ഇതിനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയാൽ മതി. അപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസും ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ അധികം ഒന്നും വെള്ളം ഒഴിച്ച് വേവിക്കുന്നില്ല. ഇപ്പോൾ ചെറുതായിട്ടൊന്നെങ്കിലും നിങ്ങൾ കൈകൊണ്ടൊന്ന് തെളിച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒന്ന് ഒഴിക്കുക. അധികം ഒഴിക്കരുത് കേട്ടോ. കാരണം അധികം വെള്ളമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റൊക്കെ അങ്ങ് ചേഞ്ച് ആവും. ആ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടില്ല നമുക്ക്. അതുകൊണ്ട് ചെറിയ വെള്ളത്തിൽ, അതായത് വളരെ കുറച്ച് വെള്ളത്തിൽ നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ അടച്ചു വെച്ച് വേവിക്കുന്ന ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിക്കുക. കാരണം നമ്മൾ ഇതിനകത്ത് അധികം വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ മാക്സിമം ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയപ്പോൾ അത് വെള്ളമൊക്കെ ഉണ്ട്. ഈ ക്യാരറ്റിനകത്തുനിന്നും ബീൻസിനകത്തു നിന്നൊക്കെ ചെറുതായിട്ട് വെള്ളം വരും. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് പിന്നീട് വെന്തതിന് ശേഷം നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതിയാവും. അപ്പോൾ ഇത് നോക്കിക്കേ, നമ്മുടെ ക്യാരറ്റും ബീൻസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളം ചെറുതായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിനി തുറന്ന് വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഫ്ലെയിം കൂട്ടി വയ്ക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നോക്കിക്കേ, അതിനകത്തുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1.5 പിടി തേങ്ങ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ തേങ്ങയുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറണം. അതുവരെ നമ്മളിത് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ തീ കുറച്ച് ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വെക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണ്ട. അപ്പോൾ തേങ്ങ കൂടി ഒന്ന് വെന്ത് കിട്ടണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തേങ്ങയുടെ പച്ചമണം മാറുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റ് ബീൻസ് തോരൻ നല്ല ടേസ്റ്റിയാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും, ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ട വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.